തിരുവനന്തപുരത്ത് ബി.ജെ.പി. അധികാരത്തിലേറി മേയറായി വി രാജേഷ് വന്നു. ഇപ്പോൾ വരുന്ന വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുകളിൽ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ഉയർന്നു എന്നുള്ളതാണ്. റാഷിദ്, ഇന്ന് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങും മേയറുടെ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ വി രാജേഷിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രമുള്ള ഒരു കൂറ്റൻ ഫ്ലക്സ് കോർപ്പറേഷന്റെ ഓഫീസിന് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടത്. അപ്പൊ തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമാണ് ഇന്നിപ്പോ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നത് എന്നുള്ളതാണ്. ഈ എല്ലാ അർത്ഥത്തിലും ഈ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടും ഈ പരാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാനിത് ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ആ കൗൺസിൽ യോഗത്തിനകത്ത് പറഞ്ഞതാണ്. ഇതൊരു ചട്ടലംഘനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ടാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നതെന്നും ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ ഇപ്പോ ഇതിന്റെ ഡെപ്യൂട്ടി മേയറായിട്ട് വന്നിട്ടുള്ള ആളെന്ന് പറയുന്ന ആശാനാഥ് ഈ പറഞ്ഞിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ ഭാരതാംബയുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഇവരെ പിന്താങ്ങുന്ന പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിനു ശേഷം അവരാണ് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് ഈ 20 ആളുകളെയും മാറ്റി നിർത്തിയിട്ട് വേണം ഇന്നിപ്പോ കൗൺസിലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ നടക്കാത്ത, ശരിയായ സത്യപ്രതിജ്ഞ നടത്താത്ത ആളുകളെ മാറ്റി നിർത്തുകയായിരുന്നു ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു.